ഹായ് ഗായ്സ് വെൽക്കം ടു മൈ നൈറ്റ് ടൈം സ്കിൻ കെയർ റൂട്ടീൻ. ഞാൻ ഭയങ്കര ടയേർഡായിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ മുഖം കണ്ടാൽ അറിയാം. എൻ്റെ മോൻ എന്നെ ഇന്ന് ഇട്ടൊക്കെ വരപ്പിച്ചായിരുന്നു. നിങ്ങൾ എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഉറങ്ങുന്നതിന് മുന്നേ എപ്പോഴും മേക്കപ്പ് റിമൂവ് ചെയ്യണം. അതൊരു വൈപ്പ് കൊണ്ടാണെങ്കിലും റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് വേണം കിടന്നുറങ്ങാനായിട്ട്, അല്ലെങ്കിൽ അത് സ്കിന്നിനെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. ഈ സ്കിൻ കെയർ റൂട്ടീനിൽ ഞാൻ എൻ്റെ പ്രോഡക്ട്സിനെ പറ്റിയിട്ടൊന്നും വലിയ കാര്യമായിട്ട് പറയാൻ പോകുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ എല്ലാത്തിൻ്റെയും സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. അപ്പോൾ ഞാനൊന്ന് പോയിട്ട് പജാമസ് ഇട്ടിട്ട് വരട്ടെ ഗായ്സ്. കഴിഞ്ഞ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്തൊരു യൂട്യൂബ് വീഡിയോയുടെ അണ്ടറിൽ സ്കിൻ കെയറിനെ പറ്റിയിട്ടുള്ള വീഡിയോയുടെ അണ്ടറിൽ വന്നൊരു കമൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ചെയ്തിട്ടും ഒരു മെനയും വയ്ക്കുന്നില്ലല്ലോ എന്നുള്ളതാണ്. ഈ പറഞ്ഞ ആളുടെ മെന നോക്കാനായിട്ട് പ്രൊഫൈൽ തപ്പിയപ്പോഴത്തേക്കും അദ്ദേഹത്തിന് പ്രൊഫൈൽ പിക്ചറും ഇല്ല, ഫേക്ക് പ്രൊഫൈൽ പോലത്തെ ഒരു പ്രൊഫൈലുമാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ മെനയുടെ സ്റ്റാൻഡേർഡ് എന്താണെന്നുള്ളത് എനിക്ക് അറിയത്തില്ല ഗായ്സ്. എനിക്ക് 33 വയസ്സുണ്ട്. ഞാനൊരു 3 വയസ്സുള്ള കൊച്ചിൻ്റെ അമ്മയാണ്. കാനഡയിൽ നമ്മൾ ആൽക്കഹോൾ വാങ്ങിക്കോ അല്ലെങ്കിൽ നമ്മൾ ലോട്ടറി വാങ്ങിക്കുമ്പോഴത്തേക്കും നമ്മൾ ID ചെയ്യും ഗായ്സ്. അപ്പോൾ ഇപ്പോഴും എന്നോട് ഒരു 90% ആൾക്കാർ എൻ്റെ ID ചോദിക്കാറുണ്ട്. എനിക്ക് അത്രയൊക്കെയുള്ള അംഗീകാരം മതി ഗായ്സ്. ഈ നാട്ടിലുള്ള എല്ലാ നാറികളുടെയും അംഗീകാരത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ നമ്മൾ വീട്ടിൽ വെച്ചിട്ട് മുടി കെട്ടുമ്പോഴത്തേക്ക് ഒരു കാര്യം ശ്രദ്ധിക്കണം ഗായ്സ്. ക്ലോത്ത് കൊണ്ടുള്ള ബാൻഡ്സ് യൂസ് ചെയ്യണമായിരിക്കും നല്ലത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ മുടി ബ്രേക്ക് ആവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാ പ്രോഡക്ട്സും ഞാൻ എപ്പോഴും എൻ്റെ മുഖത്ത് യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് ആണ് ഗായ്സ്. അല്ലാണ്ട് ഞാൻ ഒരു പെയ്ഡ് പ്രൊമോഷനും ചെയ്യുന്നില്ല. ഞാൻ മിനിമലായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. എൻവയോൺമെൻറ്റിന് ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ കുറവ് യൂസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം നിങ്ങളോട് കണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് ഞാൻ ഒരിക്കലും പറയത്തില്ല ഗായ്സ്. ഏറ്റവും മിനിമലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് നമ്മുടെ സ്കിന്നിന് നല്ലത്. അല്ലാണ്ട് ഒരു 1000-10,000 ഒന്നും സ്കിൻ കെയർ പ്രോഡക്ട്സ് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഈ ഇടയായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തൊരു കാര്യമാണ് ഓയിൽ പുള്ളിങ്. കുറച്ച് കോക്കനട്ട് ഓയിൽ വായിലിട്ട് അലിയിപ്പിച്ച് ഗാഗിൾ ചെയ്ത് തുപ്പിക്കളയും. ഇത് നമ്മുടെ ടീത്തിൻ്റെ ഹെൽത്തിന് നല്ലതാണെന്ന് ഞാൻ എവിടെയോ വായിച്ചായിരുന്നു. അതുകൊണ്ട് ചെയ്യാനായിട്ട് തുടങ്ങിയതാണ്. എനിക്ക് നല്ലൊരു ഡെൻറ്റൽ കവറേജ് ഉള്ളതാണ്. പക്ഷേ എന്നാലും ഒരു ക്രൗൺ വെക്കാനായിട്ട് 1500 ആണ് ഡെൻറ്റിസ്റ്റ് ചാർജ് ചെയ്യാൻ പോകുന്നത്. ബെനിഫിറ്റ്സ് ഒന്നും അത് കവർ ചെയ്യത്തില്ല. അപ്പം നമ്മൾ ഡെൻറ്റൽ ഹെൽത്ത് നന്നായിട്ട് നോക്കിയില്ലെങ്കിൽ നമുക്ക് നല്ല പണി കിട്ടാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഇന്ന് ഇത്രയൊക്കെയാണ് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാനുള്ളൂ. ഹോപ്പ്ഫുള്ളി ഇത്തിരി വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടാറ്റ ബൈ ബൈ ഉമ്മ.